ഹായ് മക്കളെ, കഴിഞ്ഞ വീഡിയോയിൽ സാർ പറഞ്ഞിരുന്നു ഇനി ഒരു ഡെറിവേഷനുമായിട്ട് ഞാൻ വരുന്നു. ഇനി നിങ്ങളെ കാണുകയാണെങ്കിൽ അതൊരു ഡെറിവേഷനുമായിട്ടാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ മക്കളെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ച് ചെറിയ രൂപത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല മക്കളെ? അപ്പോൾ ഇത് ഒരു ഡെറിവേഷനുമായിട്ടാണ് സാർ വന്ന് ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അലോങ് എ ആക്സിയൽ ലൈൻ. മക്കളെ, പല ആൾക്കാരും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ട്യൂഷനിൽ അവിടെ ഇവിടെ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലടാ. പതിയെ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? മറക്കാത്ത രൂപത്തിൽ നമുക്ക് പഠിച്ചു നോക്കാം. എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളതൊക്കെ നോക്കാം. ശ്രദ്ധിച്ചോളാം. അതാദ്യം നിങ്ങൾക്ക് അറിയാം എന്താണ് ക്വസ്റ്റ്യൻ. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ, ഒരു ഡൈപോൾ കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എവിടെ? ആക്സിയൽ ലൈനിലുള്ള. എന്താ ഡൈപോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു പ്ലസും മൈനസും രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ഒരു ഡിസ്റ്റൻസിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതിനെല്ലാം നമ്മൾ എന്ത് വിളിക്കുക? ഡൈപോൾ എന്ന് വരയ്ക്കുക. അതിന്റെ ലെങ്ത് ആണ് 2a. അപ്പൊ ഇതിന് ഹാഫിന്റെ ലെങ്ത് a, ഇതിന്റെ ലെങ്ത് a. ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ അതേ ലൈനിൽ ഇവിടെ പി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് വെച്ചിട്ടുണ്ട്. ഈ പോയിന്റിൽ ഈ രണ്ട് ചാർജ് കൊണ്ട് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഞാൻ ആദ്യം പോസിറ്റീവ് ചാർജ് കൊണ്ട് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടു കേട്ടോ. ഇ പ്ലസ് ക്യൂ പോസിറ്റീവ് ചാർജ് എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും നോക്കാം നമുക്ക്. 1/4πε0 ക്യൂ ഡിവൈഡ് ബൈ. എടാ പോസിറ്റീവ് ചാർജ് ഇതല്ലേ? എടേ ഇയാള് ഈ പോയിന്റിൽ എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം ക്യൂ ഡിവൈഡ് ബൈ ആർ അല്ലേ, ആർ സ്ക്വയർ അല്ലേ? അങ്ങനെ നമ്മൾ ഇക്വേഷൻ പഠിച്ച് 1/4πε0 ക്യൂ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. പക്ഷെ നോക്കടാ ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്ത് എത്ര? ടോട്ടൽ ഇവിടെ മുതൽ ഇതുവരെയുള്ള ലെങ്ത് ആണ് ഇവിടെ 6 എന്ന് കൊടുത്തിട്ടുള്ളത് അല്ലേ? അതായത് ശ്രദ്ധിച്ചിട്ടോ, ഈ ലെങ്ത് ആണ് 6. അതിന് ഇത്രത്തോളം ലെങ്ത് കുറക്കണം, ഈ ലെങ്ത് കുറക്കണം. നമുക്ക് പറഞ്ഞ ശ്രദ്ധിച്ചോ, നമുക്ക് ആകെ വേണ്ടത് ഇത്ര ലെങ്ത് ആണ്. ഈ ലെങ്ത് എത്ര നമുക്ക് അറിയൂല. ഓക്കെ, ഈ ലെങ്ത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി അറിയോ? ഇവിടെ ഒരു ലെങ്ത്തുകൾ കണ്ടോ, ഈ എ എന്നല്ലടാ അത് അല്ലേ? ഇത് ടോട്ടൽ 6. അതിന് ഈ എ കുറച്ചാ പോരെ? എന്താ സാർ പറഞ്ഞാൽ മനസ്സിലായില്ല. എടാ അത് ക്ലിയർ ആയാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. ശ്രദ്ധിച്ചോട്ടെ എല്ലാവരും ഈ ഒരു പോയിന്റ് കിട്ടിയാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാം. നോക്കടാ നമുക്ക് കിട്ടേണ്ടത് ഇവിടെ മുതൽ ഇതുവരെയുള്ള ലെങ്ത്. ഓക്കെ, ഇതുവരെയുള്ള ലെങ്ത് നമുക്ക് 6 ആണെന്ന് അറിയാം. ഏത്? ഇത് മുതൽ ഇതുവരെ. ഇനി ഇതുവരെയുള്ള ലെങ്ത് എത്ര? ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള ലെങ്ത് ആണ് എ അല്ലെ? ഇവിടെ താഴെ എഴുതി വെച്ചില്ലേ എ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ലെങ്ത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ടോട്ടൽ ആയിട്ടുള്ള 6ന്ന് ഈ ചെറിയൊരു ലെങ്ത് എ കുറച്ചാൽ പോരെ? 6ന്ന് എ കുറച്ചാൽ മതി. r-a². എടാ സിമ്പിളി നിങ്ങൾക്ക് അറിയാം, r² ആണ് അവിടുത്തെ ആൻസർ. പക്ഷെ ഇവിടെ 6 ആണോ? അല്ല, 6ന്നൊരു എ കുറക്കണം. അങ്ങനെയാണ് നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. അടുത്ത ഓക്കെ, ഈ മൈനസ് ക്യൂ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്ര? 1/4πε0 മൈനസ് ക്യൂ അല്ലേ? -q ഡിവൈഡ് ബൈ. എടാ നോക്കടാ, -q ഇതല്ലേ? ഇത് മുതൽ ഇതുവരെ എത്ര ലെങ്ത് ഉണ്ട്? എടാ ഇത് മുതൽ ഇതുവരെ ഉള്ള ലെങ്ത് ആണ് 6. പിന്നെ ഇവിടുന്ന് ഇതുവരെയുള്ള ലെങ്ത് ആണ് a. അപ്പൊ r+a അല്ലേ? r+a². ഇത് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു, ഇത് ഇക്വേഷൻ നമ്പർ 2 കൊടുത്തു. പ്രശ്നമുണ്ടോ? ഇനി രണ്ട് ഇക്വേഷനും പ്ലസ് ചെയ്യണം. ഞാൻ ഇവിടെ തന്നെ പ്ലസ് ചെയ്യാണ്. E = ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞാൽ E + Q + E - Q then 1/4πε0 Q ഡിവൈഡ് ബൈ r-a² പ്ലസ്. ഓക്കെ, ഇവിടെ ഒരു മൈനസ് ഉണ്ടെങ്കിൽ മൈനസ് ഉണ്ടോ? അപ്പൊ ആ പ്ലസിന് പകരം ഞാൻ മൈനസ് കൊടുത്തു കേട്ടോ. ഓക്കെ, മൈനസ് കൊടുത്തു, പ്ലസിന് പകരം മൈനസ് കൊടുത്തു. പ്ലസിന് പകരം നോക്കട്ടോ, ശ്രദ്ധിച്ചിരുന്നോ? കിട്ടി. പ്ലസിന് പകരം മൈനസ് കൊടുത്തു. then 1/4πε0 Q ഡിവൈഡ് ബൈ r+a². ഓക്കെ, ഇത് പ്ലസ് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കട്ടോ. മക്കൾ ഇവിടെ ശ്രദ്ധിച്ചോ, E = 1/4πε0 Q. ഇത്രയും കാര്യങ്ങൾ എല്ലാത്തിലും കോമണാ അല്ലെ? ഇവിടെ ഒരു ക്യൂ ഉണ്ട്, ഇവിടെ ഒരു 1/4πε0 ഉണ്ട്, ഇവിടെ ഒരു ക്യൂ ഉണ്ട്, ഇവിടെ ഒരു 1/4πε0 ഉണ്ട്. രണ്ടിന് കോമൺ ആയിട്ടുള്ള രണ്ടോടത്തുള്ളതുകൊണ്ട് ഞാൻ പുറത്തെടുത്തു. ഇനി ബാക്കി ആരോ ബാലൻസ് ആരോ കേട്ടോ. ഇനി ഇവിടെ ആരാ ബാക്കിയുള്ളത്? ഒരു 1ഉം 1/1/r-a² മൈനസ് 1/r+a² അല്ലടാ. ഇവിടെ ഒരു r-a² ബാക്കിയുണ്ട്, അവിടെ ഒരു r+a² ബാക്കിയുണ്ട്. ഇങ്ങനെ എഴുതി. ഇനി മക്കൾ നോക്കടാ, 1/4πε0 Q ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യട്ടെ. 1 ഇൻറ്റു r+a² r+a² minus 1 into r minus a whole square r minus a
ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ പ്ലസ് എ. നിങ്ങൾ ഓൾറെഡി ഇവിടെ പഠിച്ച മാത്സിൽ പഠിക്കുന്നതാണ്. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അത് എ സ്ക്വയറിന് പകരം ഇവിടെ ആറാണ്. ഓൾറെഡി നിങ്ങൾ എവിടെ പഠിച്ചാടാ? ഓൾറെഡി നിങ്ങൾ എവിടെ പഠിച്ച മാത്സിൽ പഠിക്കുന്ന ഒരു സാധനമാണ് എന്ത്? എ മൈനസ് ബി ഇൻറ്റു, സാർ ഇവിടെ വേണമെങ്കിൽ സൈഡിൽ എഴുതി തരാം, എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താടാ? നിങ്ങൾ പഠിക്കുന്നുണ്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, അതുപോലെ അതായത് ഇതിലുള്ള ആദ്യത്തെ ആളെ സ്ക്വയർ മൈനസ് രണ്ടാമത്തെ ആളെ സ്ക്വയർ ഡിവൈഡ് ബൈ ഹോൾ സ്ക്വയർ. ഇങ്ങനെ ഇട്ടാൽ എന്ത് ചെയ്യും? ആൻസർ കിട്ടും എന്നുള്ളതാണ്. ശ്രദ്ധിച്ചോ, ഇനി നമ്മളൊന്നും ചെയ്യേണ്ടോ? 1/4πε0 ക്യൂ ഇൻറ്റു, എടാ ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ടാവും, ഇവിടെ മൈനസ് ആർ സ്ക്വയർ ഉണ്ടാവും, കട്ടായി പോയി. ഇവിടെ ഒരു എ സ്ക്വയർ ഉണ്ടാവും, ഇവിടെ മൈനസ് എ സ്ക്വയർ ഉണ്ടാവും, അതും കട്ടായി പോയി. ഇവിടെ ഒരു 2AR ഉണ്ടാവും, ഇവിടെ ഒരു മൈനസ് 2AR ഉണ്ടാവും. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇവിടെ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ശ്രദ്ധിച്ചോട്ടോടാ, ഇതെങ്ങനെ വന്നതായിരിക്കും പലർക്കും സംശയം. നിങ്ങളാ ഇതൊന്ന് ചെയ്തു നോക്കട്ടോ. ഇവിടെ എന്താ ഉണ്ടാവുക? ആർ സ്ക്വയർ ഉണ്ടാവും അല്ലേ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലെ? ആർ സ്ക്വയർ ഉണ്ടാവും. ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ടാവും, പക്ഷെ ഇവിടെ മുന്നിൽ മൈനസ് ഉണ്ട്. ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ക്യാൻസൽ ആയി. ഇവിടെ ഒരു എ സ്ക്വയർ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു എ സ്ക്വയർ ഉണ്ടാവും, ഇവിടെ മുന്നിൽ മൈനസ് വന്നു, അപ്പൊ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ അതും പോയി. പിന്നെ ഇവിടെ 2AR ഉണ്ടാവും, 2AR, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് ഞാൻ 2. ഇവിടെ ഒരു മൈനസ് 2AR ഉണ്ടാവും, മൈനസ് 2AR. അപ്പൊ രണ്ടും പാടെ എന്താവും നോക്കടാ? രണ്ടും പാടെ പ്ലസ് ആവും. 4πε0 ക്യൂ ഇൻറ്റു 4AR അല്ലെ? 2AR പ്ലസ് 2AR 4AR ഡിവൈഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ശ്രദ്ധിച്ചിട്ടോ മക്കളെ? ഇതേ സാധനം അങ്ങോട്ട് എഴുതണ്ടേ. ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ഇൻറ്റു നോക്കടാ, 4AR പകരം ഞാൻ 2 ഇൻറ്റു 2AR എഴുതി, ഡിവൈഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എഴുതി. ശ്രദ്ധിച്ചോ? നിങ്ങൾ കണ്ടൊരാളെ ഞാൻ പറയട്ടെ, കണ്ടൊരാളെ ഞാൻ കാണിച്ചു തരട്ടെ. നിങ്ങൾ ഇതിന്റെ മുന്നേ കണ്ട് പറഞ്ഞൊരു മനുഷ്യനെ കാണിച്ചു തരാം. 2A ഇൻറ്റു ക്യൂ. ഇയാളെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആരാ? പി ആണ്. ഓക്കെ, ദെൻ അത് ആരാടാ? പി ആണ്. നിങ്ങൾക്കറിയാം പി സി ഈക്വൽ ടു 2AQ. എന്താടാ? ഡൈപോൾ മൊമെന്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. പഠിക്കണം കേട്ടോ. ശ്രദ്ധിച്ചോ? നോക്കടാ, 1/4πε0 ക്യൂ കൊടുത്തു. ക്യൂവും ഇതൊക്കെ പോയി, അപ്പൊ എന്തായി? പി ആയി. ഇനി ഇവിടെ എന്നുള്ള ഒരു 2 ഉണ്ട്, പി ഉണ്ട്, ഇവിടെ ഒരു ആർ ഉണ്ട്, 2PR ഡിവൈഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ഇനി നമുക്കറിയാം എ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക, എ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ, ഇക്വേഷൻ എന്തായാലോ? 1/4πε0 2PR ഡിവൈഡഡ് ബൈ എ സ്ക്വയർ 0 ആയ ആർ സ്ക്വയറും ഇവിടെ ഒരു സ്ക്വയറും ഉണ്ട്, r⁴ അല്ലെ? അപ്പൊ നമുക്ക് ചെയ്യാം. ഈസ് ഈക്വൽ ടു 1/4πε0 2p ഡിവൈഡ് ബൈ r³ അല്ലടാ, മുകളിൽ ഒരു r ഉണ്ടായിരുന്നു, ഒരു r⁴ ഉണ്ടായിരുന്നു, രണ്ട് വെട്ടിയാൽ r³ ആവും. ദിസ് ഈസ് ദ ഫൈനൽ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ ഓൺ ആക്സിയൽ ലൈൻ. ഒരുപാട് വലിയൊരു ഡെറിവേഷൻ ആണ് പറഞ്ഞത് സാറ്. ഇവിടെ 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് സാറോട് പറഞ്ഞു. ഇവിടെ അതുപോലെ തന്നെ ഒരു 4 സ്റ്റെപ്പ് സാറ് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഒരു 4 സ്റ്റെപ്പ്. ഓക്കെ, അതോടുകൂടി നമ്മൾ കഴിഞ്ഞു. വളരെ കൃത്യമായിട്ട് പഠിച്ച 4 മാർക്കോളം ഇതിന് കിട്ടാവുന്നതാണ്. പഠിക്കുമല്ലോ മക്കളെ? വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കിയാൽ വളരെ ക്ലാരിഫിക്കേഷൻ കിട്ടും. സീനൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി അടുത്ത് നമുക്ക് ഗോസ്സ് തിയറത്തിന്റെ 1-2 ഡെറിവേഷനിലൂടെ നമുക്ക് കടന്നു പോകാം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം മക്കളെ.